ഹായ് ഫ്രണ്ട്സ്, ഹലോ മീസ്. ഞങ്ങൾ വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത്. ഞങ്ങൾ വാച്ച് പിന്നെ ഞങ്ങളെ വെൽക്കം ചെയ്തത് ഈ ബണ്ണിക്കുട്ടന്മാർ, ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് കേട്ടോ. ഇതിൽ ഈ ഒരു വീഡിയോസൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ട്. കാരണം ധൃതി പിടിച്ച് പെട്ടെന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. കാരണം പല വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വണ്ടർല കാണാൻ പറ്റുന്ന ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ. ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കുറേ കുതിരകളും കാർട്ടൂൺ ക്യാരക്ടേഴ്സും ബണ്ണീസും റാബിറ്റ്സും അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ കസിൻസും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. തല കുത്തി മറിച്ച് എടുത്ത് കലക്കി മറിച്ച് എല്ലാം വയറ്റത്തുള്ള എല്ലാം കറക്കി എടുത്ത് അത് മുകളിലോട്ട് കൊണ്ടുപോകും കേട്ടോ നമ്മൾ. പക്ഷെ ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു വട്ടമെങ്കിലും നമ്മൾ ഇതൊന്ന് നമ്മുടെ ലൈഫിൽ അറിയണം. അപ്പോൾ ഇത് ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയതായിരുന്നു. എൻ്റെ അനിയന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഇത് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. ഈ ആന മോപ്പോട്ടും താപ്പോട്ടും ആക്കും. ചെറിയ പേടി കാണുമെങ്കിലും പക്ഷെ നല്ലതായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് അനിയനും നല്ല ഇഷ്ടമായി. എൻ്റെ ഇപ്പു എന്നാണ് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. അവനും ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ പേര് അമ്മു എന്നാട്ടോ. വണ്ടർലയിൽ പോയപ്പോൾ ആ ഷെഡിൻ്റെ താഴെ കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അമ്മു എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ പേരെന്താ, കഴുത്തിൻ്റെ അവിടെ ഒരു മാലയുണ്ട് കേട്ടോ. മാലയ്ക്ക് എന്താ പറയുന്നത് എനിക്കറിയില്ല. ആ മാല തന്നെയല്ലേ. അതിനകത്ത് അമ്മു എന്നൊക്കെ എഴുതുന്നുണ്ട്. വെള്ളം ചീറ്റിക്കും കേട്ടോ നമ്മുടെ മുമ്പിലോട്ട്. ഇതിനകത്ത് ഞാൻ മുങ്ങിപ്പോണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂള് ഈ ഒരു എന്താ പറയുക, വേവ് പൂളായിരുന്നു. കുത്തനെ താപ്പോട്ട് മേപ്പോട്ട് അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. യു ഷേപ്പിലായിരുന്നു അതിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട്. എനിക്ക് അതിൻ്റെ ഷേപ്പിൻ്റെ കറക്റ്റ് പേര് അറിയത്തില്ല. അതിൻ്റെ ഇവിടെ ഒന്നും തുടക്കത്തിൽ താഴില്ലെന്ന് പറഞ്ഞ് ഞാൻ നടുക്കോട്ട് പോയിട്ട് അങ്ങോട്ട് മുങ്ങിപ്പോയി. അപ്പുറത്തെ ചേട്ടൻ വന്ന് പൊക്കിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി ആയിരുന്നു തന്നെ ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തത്. ഇത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ കയറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 40 കിലോയ്ക്ക് ഉള്ളവരെ ഇതിൽ കയറാൻ പറ്റുള്ളൂ. 40 കിലോ ഉള്ളവർക്ക് ഇത് കയറാൻ പറ്റുള്ളൂ. ഒന്നുകിൽ 40 കിലോ അല്ലെങ്കിൽ 40 കിലോയ്ക്ക് മുകളിലുള്ളവർ. അപ്പോൾ ഞാൻ ഇതിൽ കയറിയില്ല. എൻ്റെ ഉമ്മയും എൻ്റെ കസിൻസും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്നത് എൻ്റെ കസിനാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ റൈഡിൽ എനിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇന്ന് വെയിറ്റ് നോക്കിയപ്പം എനിക്കെന്തോ 35-34 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് റെയിൻ ഡാൻസ് ആണ്. റെയിൻ ഡാൻസ്, റെയിൻ ഡാൻസ് ആണ്. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ മഴ പോലെ ഒഴുകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക എല്ലാവർക്കും വണ്ടർലയിൽ പോയിട്ടുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ, അതുകൊണ്ടാണ്.